വാർത്താമാധ്യമങ്ങളിലും ഓൺലൈനിലുമൊക്കെ തകൃതിയായി ഓടുന്ന ഒരു കഥയാണ് രേഷ്മ എന്ന 32-കാരിയുടെ കഥ. ഉദയംപേരൂർ സ്വദേശിയായ രേഷ്മയ്ക്ക് 2 വയസ്സുള്ള മകളുണ്ട്. ആ ഒരു മാനുഷികമായ പരിഗണന മാത്രം മാറ്റിവെച്ചാൽ മറ്റു വലിയൊരു തട്ടിപ്പുകാരിയാണ്. ഒരു പക്ഷേ എങ്കിൽ ഈ തട്ടിപ്പ് വളർന്നു പോയി പിടിക്കപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ ഒരു പക്ഷേ എങ്കിൽ കൂടത്തായിലെ ജോളി ചെയ്തതുപോലെ ഈ 10 എണ്ണത്തിനും എന്തെങ്കിലും സൈനഡോ മറ്റോ കൊടുത്ത് രേഷ്മ അവിടെ നിന്നും തടി ഊരിയേനെ എന്ന് തോന്നിപ്പോകും. രേഷ്മയുടെ കഥയുടെ ട്വിസ്റ്റുകളോട് ട്വിസ്റ്റാണ് ഇത് മനസ്സിലാക്കുമ്പോൾ. രേഷ്മ 2014 കോളേജിൽ പഠിക്കുമ്പോൾ ഒരാൾക്കൊപ്പം ഒളിച്ചോടി. എന്നിട്ട് അയാൾക്കൊപ്പം 3 വർഷം താമസിച്ചു. അതാണ് രേഷ്മയുടെ ജീവിതത്തിലെ ദൈർഘ്യമേറിയ ദാമ്പത്യകാലം. അത് എറണാകുളം സ്വദേശിക്കൊപ്പമാണ് ഈ രേഷ്മ ഒളിച്ചോടിയത്. 3 വർഷം അവിടെ അയാൾക്കൊപ്പം താമസിച്ചു. പിന്നീട് എന്തോ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ വന്ന് രേഷ്മ അവിടെ നിന്ന് മാറിയിട്ട് 2019 മുതൽ അങ്ങോട്ട് കല്യാണത്തിൻ്റെ തകൃതിയാണ്. അത് 2019, 2020 ആയ കോവിഡ് സമയത്തൊക്കെയാണ്. കോവിഡ് കാലഘട്ടത്തിലൊക്കെ രേഷ്മ ഓടി നടന്ന് കല്യാണം കഴിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ഒരു വർഷം ഒരാൾ എന്ന തരത്തിലൊക്കെയാണ്. ചിലപ്പോൾ ഒരു വർഷം 2 പേർ, ചിലപ്പോൾ ഒരു മാസം 2 പേർ, അങ്ങനെയൊക്കെ രേഷ്മ കല്യാണം കഴിക്കും. ഈ 12-ാം തീയതി അടുത്തൊരു കല്യാണത്തിന് രേഷ്മ വാക്ക് കൊടുത്തിരുന്നു. തിരുവനന്തപുരത്ത് തിരുമല സ്വദേശി 12-ാം തീയതി. ഈ 7-ാം തീയതിയാണ് നമ്മുടെ ആര്യനാട് പഞ്ചായത്ത് അംഗത്തെ കെട്ടാമെന്നേറ്റത്. 12ഉം 5 ദിവസങ്ങളുടെ ഇടവേളയിൽ അടുത്തൊരാളെ കൂടി കെട്ടാമെന്ന് രേഷ്മ ഏറ്റിരുന്നു. ഇനി ഈ കെട്ടിൻ്റെ ഗുട്ടൻസ് എങ്ങനെയാണ്? രേഷ്മ ഭയങ്കര മിടുക്കിയാണ്, ബുദ്ധിമതിയാണ്. രേഷ്മ എല്ലാവരോടും ധരിപ്പിച്ചിരിക്കുന്നത് ബീഹാറിൽ ടീച്ചറാണ്, അധ്യാപികയാണ് രേഷ്മ. അധ്യാപികയായി ജോലി ചെയ്യുന്നു, ബീഹാറിലാണ്. അപ്പോൾ അവധി കുറച്ച് ദിവസമേ ഉള്ളൂ. ആദ്യം തന്നെ പരിചയപ്പെട്ട ഉടനെ തന്നെ ഒരു കണ്ണീർ കഥയൊക്കെ പറഞ്ഞ് ഈ പരിചയപ്പെടുന്ന ചെറുപ്പക്കാരനെ അടിച്ച് മയക്കിയെടുക്കും. ഒന്നാമത്തെ കാര്യം അടിച്ചു മയക്കി. പിന്നെ ആ വിശ്വാസത്തിൻ്റെ ഈ ചട്ടക്കൂടിൽ നിന്ന് ഇയാൾക്ക് ഒരിക്കലും പുറത്തു വരാൻ പറ്റില്ല. രേഷ്മ അങ്ങനെ അത്രമാത്രം ഇവരെ വിശ്വസിപ്പിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ആ വിശ്വാസത്തിന് മുതലെടുത്താണ് ബീഹാറിലേക്ക് പോകണം, ഞാൻ ഉടനെ തിരിച്ചു വരും, ഇതിൻ്റെ അവധി ദിവസമാണ്, അവധി ദിവസത്തിൻ്റെ അവസാന നാളുകളാണ്, അപ്പോൾ വീട്ടുകാർ എന്നെ കെട്ടിച്ച് വിടുന്നില്ല, അപ്പോൾ എനിക്ക് താങ്കൾ ഇഷ്ടപ്പെട്ടു, എന്നെ കെട്ടണം എന്നൊക്കെ പറഞ്ഞാണ് രജിസ്റ്റർ മാരേജ്. പിന്നെ പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഭ്രമമില്ല, ഇൻസ്റ്റാ ഭ്രമമില്ല, അതുകൊണ്ട് എൻ്റെ ഫോട്ടോയൊന്നും കൊടുക്കരുത്, കല്യാണം, എൻഗേജ്മെൻറ്റ്, റിംഗ് എക്സ്ചേഞ്ച് അതൊൻ്റെ ഒന്നും ഫോട്ടോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എക്സിലോ ഒരിടവും പങ്കുവെക്കരുത്, യൂട്യൂബിൽ ഒന്നും ഇടരുത്, സേവ് ദ ഡേറ്റ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അത് അങ്ങനെയുള്ള ചിലവ് കുറയ്ക്കാൻ നിങ്ങൾക്ക്. ഇങ്ങനെ ഇമാതിരിയുള്ള തള്ളക്കത്ത് കേൾക്കുമ്പോൾ ഏതൊരു ചെറുപ്പക്കാരനും കരുതും ഇവള് പാവമാണ്, പക്വതയ്ക്കുള്ള ഒരു നല്ല പെൺകുട്ടിയാണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെ ആ തോന്നലാണ് ചതിവിൻ്റെ ഒന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് ഈ പെൺകുട്ടി എന്ത് ചെയ്യും? പിറ്റേ ദിവസം തന്നെ പറയും എനിക്ക് ബീഹാറിലേക്ക് പോകണം, എൻ്റെ അവധി കഴിയുന്നു, നാളെ കഴിയും എന്ന് പറഞ്ഞിട്ട് കെട്ടിയതാലി, നെക്ലസ്, അങ്ങനെയെല്ലാം ഈ ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടമാണല്ലോ, ഭർത്താവിന് വിശ്വാസവുമാണല്ലോ. എന്നിട്ട് കുറച്ച് പൈസ, കുറച്ച് കുപ്പായങ്ങൾ എല്ലാം എടുത്തിട്ട് ഇവൾ എവിടെ പോകുന്നു? ബീഹാറിലേക്ക് എന്ന് പറഞ്ഞ് ഒരുപക്ഷേ അവന്മാർക്ക് ഉണ്ടാക്കാൻ പോയിട്ടുണ്ടോ എന്നറിയില്ല. അവന്മാരൊക്കെ ഇനി ചോദിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ 10 പേരെയും ചോദിക്കണം, അവരിനി പറയണം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയെന്ന കാര്യങ്ങളും പറയുമോ എന്തോ, അത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ബീഹാറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഈ പെൺകുടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്തെവിടെ പോകും? നേരെ അടുത്ത കെട്ടിയവൻ്റെ അടുത്തേക്കാണ് പോണത്. ബീഹാറിലേക്കല്ല. ഇപ്പോൾ ഒരു സന്തോഷിനാണ് കെട്ടിയെങ്കിൽ അടുത്തവൻ ബാലനായിരിക്കും, ബാലൻ്റെ അടുത്തോട്ട് പോകും. ബാലൻ്റെ വീട്ടിൽ നിന്ന് ഗോവിന്ദൻ്റെ അടുത്തോട്ട് പോകും, ഗോവിന്ദൻ്റെ അടുത്ത് നിന്ന് മാരാരുടെ അടുത്തോട്ട് പോകും. അങ്ങനെ പല വീടുകളിലാണ് ബീഹാർ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഒരു റൊട്ടേഷനാണ് രേഷ്മയുടെ രീതി, തട്ടിപ്പിൻ്റെ രീതി. എന്നിട്ട് ഇപ്പോഴും രേഷ്മയെ ഈ 10 പേർക്കും സംശയമില്ല എന്നുള്ളതാണ്. രേഷ്മയെ സംശയമേ ഇല്ല അവർക്ക്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അയ്യോ 10 കെട്ടി എന്നിട്ടും ഇവർക്ക് സംശയമില്ല ഈ പെൺകുട്ടിയെ, സംശയം വരാത്തത് എന്താണ് എന്നൊക്കെ ചോദിക്കാം. എന്തുകൊണ്ടാണ് ചോദിക്കാത്തതെന്ന് വെച്ചാൽ രേഷ്മയുടെ മൊബൈലിൽ എല്ലാവരുടെയും നമ്പറുണ്ട്. രേഷ്മ വളരെ ബുദ്ധിമതിയാണ്. രേഷ്മ ഒരു ടൈം ടേബിൾ നിശ്ചയിച്ചിട്ടുണ്ട്. സന്തോഷിനെ രാവിലെ 10 മണിക്ക് വിളിക്കുക, അടുത്ത് ഗോവിന്ദനെ രാത്രി 10 മണിക്ക് വിളിക്കുക. അങ്ങനെ റൊട്ടേഷനാണ് എല്ലാ കാര്യങ്ങളും, എല്ലാം ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ബന്ധുക്കളെ, ഈ ഭർത്താക്കന്മാരുടെ ബന്ധുക്കളെ, അമ്മ ഉണ്ടെങ്കിൽ അമ്മ, അമ്മായിയപ്പനുണ്ടെങ്കിൽ അമ്മായിയപ്പൻ, സഹോദരൻ ഉണ്ടെങ്കിൽ സഹോദരൻ, അനിയത്തി ഉണ്ടെങ്കിൽ അനിയത്തി, ഇതിൽ ആരെങ്കിലുമൊക്കെ രേഷ്മ വിളിച്ചിട്ട് സുഖമായിരിക്കുന്നു, അങ്ങനെ സൗഹൃദം പുതുക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആർക്കും സംശയം തട്ടില്ല. അങ്ങനെ രേഷ്മ വളരെ ബുദ്ധിപൂർവ്വമാണ് പെരുമാറിയത്. പക്ഷേ ഇവിടെ ചീറ്റിപ്പോയി. ആര്യനാട് വന്നതാരാ? അടുത്ത് 12-ാം തീയതി കല്യാണം കഴിക്കാൻ പോകുന്ന തിരുമല സ്വദേശിയും കൊണ്ടാണ് വന്നത്. പക്ഷെ അവന് പരാതി കൊടുക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത്. കാരണം അവൻ്റെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഈ ആര്യനാടുള്ള പഞ്ചായത്ത് അംഗവും പറയുന്നത് തന്നെ വഞ്ചിച്ചു, തനിക്ക് മാനനഷ്ടമുണ്ടായി, അങ്ങനെയാണ് കേസ്. അല്ല, പണം നഷ്ടപ്പെട്ടതൊന്നുമില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ശുചിമുറിയിൽ കയറി, കല്യാണത്തിന് പോകണം, കല്യാണമാണ് ഇന്ന്, അപ്പോൾ ശുചിമുറിയിലേക്ക് കയറി. അപ്പോൾ കുളിച്ച് വൃത്തിയായാണല്ലോ വരേണ്ടത് ബ്യൂട്ടി പാർലറിൽ പോകുന്നതിന് മുന്നേ. അങ്ങനെ ബ്യൂട്ടീഷ്യനെ കാണാൻ പോകുന്നതിന് മുന്നേ രേഷ്മ കുളിക്കാൻ കയറിയതാണ്. പക്ഷെ കുളിച്ചില്ല.
അവിടെ നിന്ന് ആരോടോ ഫോണിൽ എന്തോ സംസാരിക്കുന്നത് ഈ പഞ്ചായത്ത് അംഗത്തിൻ്റെ ഭാര്യ കേട്ടു. അപ്പോൾ എന്തോ ഒരു സംഭവം മണക്കുന്നുണ്ട്, എന്തോ ഒരു ദുസ്സൂചന ഇതിൽ നിന്നുണ്ട് എന്ന് അവർക്ക് തോന്നി. അങ്ങനെയാണ് ഈ രേഷ്മ എന്ന് പറഞ്ഞ യുവതി ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ ആ ബാഗ് ഇവർക്ക് പരിശോധിക്കാൻ തോന്നിയതും അതിൽ നിന്ന് 45 ദിവസം മുമ്പ് നടന്ന കല്യാണത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, വിവാഹ സർട്ടിഫിക്കറ്റ് കൈയോടെ പിടിച്ചത്. അങ്ങനെയാണ് ആര്യനാട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി, ബ്യൂട്ടീഷ്യനെ കണ്ട് അണിഞ്ഞൊരുങ്ങി മാലയും വളയൊക്കെ ഇട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നേരെ ഇറങ്ങിയത് കതിർമണ്ഡപത്തിലേക്ക് വെക്കേണ്ട കാല് കാവൽത്തുറയുടെ വണ്ടിക്കകത്തായിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ നേരെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലും ആക്കിയിട്ടുണ്ട് രേഷ്മയെ 3 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ വേണമെന്നാണ് ആര്യനാട് പോലീസ് പറയുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് തെളിവെടുക്കണം, പിന്നെ ഈ ഭർത്താക്കന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തണം, എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് അവരിൽ നിന്ന് അറിയണം. അതൊക്കെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും രേഷ്മയുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ആരെയും നോവിക്കുന്ന ശീലം രേഷ്മയ്ക്കില്ല. ആരെയും, ഒരു മനുഷ്യൻ്റെയും മനസ്സിനെ വെറുപ്പിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ടൊന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് എല്ലാ ദിവസവും എല്ലാ ചേട്ടന്മാരെയും വിളിക്കും, ഹലോ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് കുറച്ചൊന്ന് പഞ്ചാരയൊക്കെ അടിച്ച് ഇങ്ങനെ പോകുമ്പോൾ സംഗതി ക്ലീൻ, വീട്ടുകാരെയും വിളിക്കും. അപ്പോൾ ആർക്കും സംശയമില്ല. അങ്ങനെ വളരെ മനോഹരമായി, വളരെ മധുരത്തിൽ പൊതിഞ്ഞ വാക്കുകൾ കൊണ്ട് 10 കെട്ടിയവന്മാരെയും തേച്ച് ഒട്ടിച്ച് പോസ്റ്റ് ആക്കിയ ശേഷം 11ാമനെ കെട്ടാൻ വന്നപ്പോൾ രേഷ്മ ചട്ടിക്കകത്തായി. അതാണ് സംഭവം.